നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവർ നമ്മുടെ ക്ലാസ്സിന് പ്രവർത്തനമല്ല, വായനത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 പേരെ അവിടെയുള്ളത് എസ്പെഷ്യലി ഗിരീഷ് ഞാനും ഞങ്ങൾ സ്കൂൾ ചെയ്ത പ്രവർത്തനമാണ്. ഇപ്പോൾ ജൂലൈ 5 ബഷീർദിനം വരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഡോൾ മാത്രം ഇത് രണ്ടിനെയും ശില്പത്തെയും ചിത്രത്തെയും കൂടി ബ്ലണ്ട് ചെയ്തുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു ആവിഷ്കാരമായിരുന്നു ഒന്നാമത്. അപ്പം ആ വിധത്തില് നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായ ചിത്രകാരൻ എഴുത്തുകാരന്റെ ദേശം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് അവിടെ സ്വസ്ഥത ആവശ്യമുണ്ട്. അവിടെ ഞാൻ മുനിസിപ്പൽ സ്കൂളായിരുന്നപ്പോൾ അവിടെ ലൈബ്രറിയുടെ അകത്തേയിരിക്കും എല്ലാത്തൊരു സ്വസ്ഥതയാണ്. അരകെട്ടിയ മഷിക്കലത്തിൽ അടലുകളായി ഏടുകൾ കിടക്കുമ്പോൾ പുലരുന്നു അറിവിന്റെ കൊണ്ടുതിറക്കുക. നമ്മൾ വിളിച്ചപ്പോൾ ഇവര് വണ്ടിയാണ് പോലെ ഓടിക്കണേന്ന് പറഞ്ഞപ്പോൾ ആകുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഒരു സ്റ്റെയർകേസിന്റെ അടിയിൽ മിക്സി അത് കൊണ്ടുവന്നൊരു ധർമ്മം കൊണ്ടൊരു പട്ടം കിട്ടി. അത് കൈ കൊടുക്കുന്നു. പിന്നെ ഉഷാറായി. ആ തുടക്കം മാത്രം ചെറിയൊരു വിഷമുണ്ടായിട്ട് ബാക്കി എല്ലാ സമയം അവർക്ക് കൃത്യമായിട്ട് വന്ന് നിൽക്കും. ഏത് സ്ഥലത്ത് അവർ നിൽക്കേണ്ടത് അവർ വന്ന് വണ്ടിയോട് ക്ലാസ്സിലേക്ക് എത്തും. 1 മുതൽ 10 വരെ എല്ലാ ക്ലാസ്സിലും നമ്മളത് പോയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ വണ്ടി, പിന്നെ അടുത്തത് ഒരു കാർബോർഡിൽ ഒരു ബസ്സിന്റെ ഫ്രണ്ട് ഭാഗം വരപ്പിച്ച് അതെന്നെ കുട്ടികൾ ചെയ്തതാ. വായന വണ്ടി എന്നതിന്റെ പേര് കൊടുത്തു. വായന ആനന്ദം എന്ന് ഒറ്റ അർത്ഥത്തിന് പറയുകയുള്ളൂ. ഒരു ടൈറ്റിൽ മാത്രമേ അതിന് കൊടുത്തിട്ടില്ല. വായന ആനന്ദം. അതാണ് വായനയിലൂടെ ഇങ്ങനെ ഒരു ലോകത്തെത്തി ആനന്ദത്തെ. എഴുത്തുകാരന്റെ ദേശം കാരണം വിർജീനിയ വൂൾഫിനെ കുറിച്ച് പറയുന്നുണ്ട്. വിർജീനിയ സ്ക്രൂ എഴുത്തുകാരിയുടെ കൂടി. അപ്പോൾ എന്ന് പറയുമ്പോൾ സ്വസ്ഥത നമുക്ക് ആവശ്യമുണ്ട്. എഴുത്തുകാരൻ സ്വസ്ഥത ആവശ്യമുണ്ട്. കാരണം എഴുത്തുകാരൻ നിരന്തരമായി വേഗം കൂടി. ഞാൻ നേരത്തെ നമ്മളെ ടീച്ചറിന്റെ സുഹൃത്തുമായി സംസാരിക്കുക എല്ലാ സൗകര്യത്തോടും കൂടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പുസ്തകങ്ങളെ. പക്ഷേ അത് ഷെയർ യൂണിറ്റിന്റെ ഊണിയാവുന്നു. ആ ചിത്രങ്ങൾ എല്ലാവരും കണ്ടു കാണും. പെട്ടെന്ന് ആ ചിത്രം കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഒരു കൂട്, ആ കൂട്ടിനകത്ത് മനുഷ്യനും ഉള്ളത് കൊണ്ട് അല്പമെങ്കിലും ഭാവനയൊക്കെ കലർന്നേക്കാം, അല്ലെങ്കിൽ കലർന്നിട്ടുണ്ടാവാം. ചെറിയ ചെറിയ വസ്തുതകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാനും ആദ്യമൊക്കെ എതിർത്തൊരാളാണ്. പക്ഷെ ആ നോവൽ വായിക്കുകയും പിന്നീട് ജയമോഹനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുകയും ചെയ്തപ്പോഴാണ് തോന്നിയത് അദ്ദേഹം കുറെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു ഭാഷ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 20 പേരെയും നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളിലേക്ക് വളരെ യാത്രയാണ്. ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു. കുറെ കൃതികൾ ബാക്കിയുണ്ട്. അതിലേക്ക് വായിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ ഗുണകരമാവും എന്നുള്ളതാണ്. എനിക്ക് കേരളത്തിനോട് ഒരു വെറുപ്പോ അകൽച്ചയോ ഉണ്ട്. അതിൻ്റെ അടിയിൽ മാത്രം പറഞ്ഞാണ്. അകൽച്ചയുണ്ട്. എന്നെ പോലെ ഒരു കറുത്ത മനുഷ്യനെ അവിടെ സ്ഥാനമില്ല എന്ന ചിന്ത, ഭാവത്തിലുമുള്ള ധിക്കാരം എനിക്ക് എന്റെ നേർക്കുള്ള അധികാരമായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. മഞ്ഞിനുടുത്ത് കണ്ണാടിപ്പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന നാരായണ ഗുരുവിന്റെ പ്രതിമ എന്നോട് മാറിപ്പോടാ എന്ന് പറയുന്നത് പോലെ കുറെ ഇനിയുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വത്വത്തെ ഭാഷയെ നമ്മൾ മറന്നു പോകുന്നു. ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്നല്ല, ദേശഭാഷ പഠിക്കേണ്ടെന്നോ ജർമ്മൻ പഠിക്കേണ്ടെന്നല്ല. പക്ഷെ ഡോക്ടർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇംഗ്ലീഷിന് അമിതമായ പ്രാധാന്യം പ്രകടിപ്പിക്കുകയും എന്നിട്ട് അതേ തരത്തിൽ നമ്മൾ തന്നെ തല ഒരു ജീവി ഉണ്ടല്ലോ, തല തിന്നുന്ന ഒരേ ജീവി തന്നെ അതിന്റെ ഉടൽ ഭക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ സ്വത്വത്തെ തന്നെ ഭക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഒരു
വാചക വിദഗ്ധനായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലെ കൽക്കത്തയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ടൗണിൽ ഉള്ള ഒരു ഹോട്ടലിലെ പാചകക്കാരനായിട്ട് ഒരിക്കലും കണ്ടുമുട്ടുവാൻ എന്റെ ജോലിക്കെല്ലാം വരച്ചു കാണിട്ടുണ്ട്. ഒരിടം മലംപറമ്പ്, ഒരിടം സൗപ്പറമ്പ്, ഒരിടം രസ്യാവാടം, പിന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ധാരണയെ ആദ്യം തന്നെ ഇറക്കിപ്പിടിക്കുക ചെയ്യുന്നത് കവി ജീവിക്കുന്ന ഗ്രാമം വളരെ മനോഹരമാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതേപോലെ അതിൻ്റെതായ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെങ്ങും നെല്ലും അങ്ങനെ ഐശ്വര്യം നമ്മൾ കാൽപ്പനികതയെ വറ്റിച്ചു കളഞ്ഞ കവി, വളരെ റിയലിസ്റ്റിക് ആയ കവി പൊതുവെ അടയാളപ്പെടുത്താണ്. പക്ഷെ യുഗപരിവർത്തനം വായിക്കുമ്പോൾ അതിൽ കാൽപ്പനികതയുടെ ഒരു റിയലിസം, എന്താ പറയുക, റിയലിസം കടന്നിട്ടുള്ള ഒരു റിയലിസം, ഒരു സർറിയലിസം ഒക്കെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ വരാൻ ബാക്കിയുണ്ടായിരുന്നു അല്ലേ, മഹാകവി കുഞ്ഞനാർ വർക്ക് ചെയ്ത ഒരു സ്കൂളിൽ വരാൻ കഴിഞ്ഞതിലൊക്കെ മഹാഭാഗ്യമുള്ളവരാണ് നമ്മൾ. കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ പൂജ പോലുള്ള കവിതകളിലും റിയലിസ്റ്റിക് ആയിട്ട് കാണാം. അതുകൊണ്ട് ഒരു കവിയെ നമുക്ക് ഏതെങ്കിലും ഒരു കള്ളിയിൽ, ചിത്രകാരനെയോ കവിയെയോ എഴുത്തുകാരനെയോ നമുക്ക് ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുക്കാൻ കഴിയില്ല.